السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. وقد قال النبي صلى الله عليه وسلم: من رزقه الله امرأة صالحة فقد أعانه الله على شطر دينه، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ കഴിഞ്ഞുകൂടുവാനും മരിക്കുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുർ റൂം. റോമക്കാർ എന്നറിയപ്പെടുന്ന സൂറത്താണ്. ശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമാണ് സൂറത്തുർ റൂം. സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്താണ് പാരായണം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സൂചിപ്പിക്കുകയാണ്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത്, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനു വേണ്ടി? തസ്കുനു ഇലൈഹ, പരസ്പരം സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി. ഭാര്യയ്ക്ക് ഭർത്താവിനും, ഭർത്താവിലേക്കും, ഭർത്താവിന് ഭാര്യയിലേക്കും ഒരു പ്രത്യേക സമാധാനം കരസ്ഥമാകുന്നതിന്റെ ഭാഗമായി. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു പ്രതിപാദിക്കുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഭാര്യ എന്നുള്ളത്, ഇണ. ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു, ശേഷം ഭൂമിയിലെല്ലാം വ്യാപിപ്പിച്ചു. അതിനുശേഷം പല സ്ഥലത്ത് നിന്ന്, രണ്ട് പ്രദേശത്ത് നിന്ന് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും തമ്മിൽ അല്ലാഹു സെലക്ട് ചെയ്ത്, സെലക്റ്റീവായിട്ടുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ യോജിക്കുന്ന ഒരു സാഹചര്യം. ഇത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമായിട്ട് പടച്ചവൻ പഠിപ്പിക്കുകയാണ്. സൗജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഭാര്യയ്ക്കും ഉപയോഗിക്കാറുണ്ട്, ഭർത്താവിനും ഈ പദം ഉപയോഗിക്കാറുണ്ട്. സൗജ്, ഇണ എന്നർത്ഥം. ഇതിന്റെ കറക്റ്റ് പദം അറബിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വസ്തുവിന്റെ പകുതി എന്നാണ് അർത്ഥം. ഈ പകുതി ഇല്ലാതെ ആ വസ്തു പൂർണ്ണമാകുന്നില്ല. ഒരു വസ്തുവിന്റെ പകുതി, ഈ പകുതി ഇല്ലാതെ
ആ വസ്തു പൂർണ്ണമാകുന്നില്ല. കൈ എന്ന് പറയുമ്പോൾ മുഴം കൈയും അതുപോലെ ഈ ഫ്രണ്ടിലെ കൈപ്പത്തിയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗത്തിനാണ് കൈ എന്ന് പറയുന്നത്. കൈപ്പത്തി ഇല്ലാതെ കൈ പൂർണ്ണമാകുന്നില്ല. കൈയുടെ ഈ മുഴം കൈ മാത്രമുണ്ടെങ്കിൽ കൈ പൂർണ്ണമാകുന്നില്ല. കൈപ്പത്തിയും അനിവാര്യമാണ് എന്നതുപോലെ, ഉദാഹരണം എന്നതുപോലെ ഒരു വസ്തുവിന്റെ പകുതി, ആ പകുതി ഇല്ലാതെ ആ വസ്തു പൂർണ്ണമാകുന്നില്ല. ജോഡി എന്ന് മറ്റൊരർത്ഥം. ജോഡികൾ, പരസ്പരം ജോഡികൾ. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളെയും അള്ളാഹു ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നു, വമിൻ കുല്ലിൻ ഖലഖ്നാ സൗജൈനി, എല്ലാ വസ്തുക്കളെയും അള്ളാഹു ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ വസ്തുക്കളെയും. സൂര്യനും ചന്ദ്രനും ജോഡിയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാര സമയം അടിസ്ഥാനമാക്കുന്നത് സൂര്യനുമായി ബന്ധപ്പെടുത്തിയാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുമ്പോ, മധ്യാഹ്നത്തിൽ എത്തുമ്പോ, ഈ രീതിയിൽ സൂര്യനുമായി ബന്ധപ്പെടുത്തി നമസ്കാരത്തെ ക്രമീകരിക്കുന്നു, അതിന്റെ സമയം. ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയാണ് മാസപ്പിറ കാണുന്നത്. പെരുന്നാള്, നോമ്പ്, മറ്റെല്ലാ മാസങ്ങൾ നിർണയിക്കുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പൊ സൂര്യനും ചന്ദ്രനും ജോഡികളാണ്. ദുനിയാവും ആഖിറവും ജോഡിയാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ദുനിയാവ് വേണം, ദുനിയാവിൽ പരിശ്രമിക്കണം. പരസ്പരം ജോഡികളാണ്. രാവും പകലും ജോഡികളാണ്. ചെറിയ ഉദാഹരണങ്ങൾ. ദിവസം എന്ന് പറയുന്നത് രാവും പകലും. പകലിനെ മാത്രം നമ്മൾ ദിവസം എന്ന് പറയാറില്ല, രാത്രിയും കൂടി ഉൾപ്പെടുന്ന ഇതിനാണ് ദിവസം എന്ന് പറയുന്നത്. അറിവും പ്രവൃത്തിയും പരസ്പരം ജോഡികളാണ്. ഒരാൾ പഠിച്ചു, അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ലത് അറിവല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നാഫിയായ ഇൽമിനെ, പ്രയോജനകരമായ ഇൽമിനെ ചോദിക്കണമെന്ന. പ്രയോജനകരമായ അറിവെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന അറിവ്. അപ്പൊ ഇതെല്ലാം പരസ്പരം ജോഡികളെ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു തന്നെ പറയുന്നു, ഞാൻ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു പടച്ചവന്റെ തീരുമാനം മനുഷ്യവർഗത്തിലും അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യരെയും അള്ളാഹു ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും അടങ്ങുന്നൊരു ജോഡി. ശുദ്ധ ഖുർആൻ അള്ളാഹു ഒരു ആലങ്കാരിക പ്രയോഗം നടത്തുന്നത്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. അല്ലയോ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരുടെ വസ്ത്രമാണ്. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരുടെ വസ്ത്രമാണ്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്ത്. നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ വസ്ത്രം എത്രത്തോളം ചേർന്ന് കിടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എത്രത്തോളം ചേർന്ന് കിടക്കുന്നു, ഈ രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അൻ-നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ്, ഈ പരസ്പരം ജോഡിയാകുന്നതിന് മുമ്പുള്ള സമ്പ്രദായം, ജോഡി എന്തായാലും ആയേ പറ്റത്തുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ആ ജോഡിയാകുന്നതിന്റെ ഒരു വഴിയാണ് നിക്കാഹ് എന്ന ഉടമ്പടി. ആ ഉടമ്പടി എന്റെ സുന്നത്താണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ആരെങ്കിലും അതിനെ നിരാകരിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇത് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഭാര്യ എന്നുള്ളതും ഭർത്താവ് എന്നുള്ളതും റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധ ഖുർആൻ. പൊതുവെ ഈ ദൃഷ്ടാന്തത്തെ പറയപ്പെടുന്നത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എല്ലാ ദൃഷ്ടാന്തങ്ങൾക്കും രണ്ട് സവിശേഷതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ദൃഷ്ടാന്തങ്ങൾക്കും രണ്ട് സവിശേഷതയുണ്ട്. ആ ദൃഷ്ടാന്തം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ഒന്നാമത്തെ, സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ട് രണ്ട് സവിശേഷത. അതിലൊന്ന്, ആ ദൃഷ്ടാന്തം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, രക്ഷാശിക്ഷകളെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, അങ്ങനെ തുടങ്ങി സർവ്വവിധ കാര്യങ്ങളും ചർച്ച ചെയ്ത് റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദൃഷ്ടാന്തമാണ്. ഈ രീതിയിൽ ഭാര്യ എന്ന ദൃഷ്ടാന്തം ഭർത്താവിനെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം. ഭർത്താവ് എന്ന ദൃഷ്ടാന്തം ഭാര്യയോട് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളൊരു കാര്യം, ഇത് അള്ളാഹു കുത്തിയ ഫ്ലഗാണ്. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത്, വൈവാഹിക ജീവിതം എന്നുള്ളത് അള്ളാഹു കുത്തിയ ഒരു ഫ്ലഗാണ്. ഈ ഫ്ലഗിനെ പടച്ചവൻ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ റബ്ബി ഫ്ലഗ് ഊരിക്കളയും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഭാര്യ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഭർത്താവ്. അതുകൊണ്ട് തന്നെ പരസ്പരം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കണം. നന്മകളിൽ ഐക്യപ്പെടുന്ന ഒരു കുടുംബ ജീവിതം.
തിന്മയും പരദൂഷണവും ഫിത്നയും ഫസാദും ഒന്നും പറയാതെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പറയുന്ന, അത് മക്കൾ കാണുന്ന ഒരു മാതൃകാപരമായ ഒരു കുടുംബജീവിതം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. റഹിമല്ലാഹു റജുലൻ, ഹദീസ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു വ്യക്തിക്ക് കരുണ ചെയ്യട്ടെ. അള്ളാഹു ഒരു വ്യക്തിക്ക് കരുണ ചെയ്യട്ടെ. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഖാമ മിനൽ ലൈലി, രാത്രിയിൽ എഴുന്നേൽക്കും. ഒരു 2 മണിയാകുമ്പോ 3 മണിയാകുമ്പോ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ഫസല്ല, നമസ്കരിക്കും. 2 റക്അത്ത് 4 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഫഅയ്ഖല ഇംറഅതഹു, തന്റെ ഭാര്യയെയും വിളിച്ചുണർത്തും. താൻ സ്വന്തമായിട്ട് നമസ്കരിക്കുക മാത്രമല്ല, ഭാര്യയെയും വിളിച്ചുണർത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഫഇൻ അബത് നവഹ ഫീ വജ്ഹിഹിൽ മാ, എങ്ങാനും എഴുന്നേൽക്കാൻ അവൾ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവരുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടി വെള്ളം തളിച്ചു കൊടുത്ത് എഴുന്നേൽപ്പിക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റസൂലിന്റെ വാക്ക. സ്വന്തം നമസ്കരിക്കുക മാത്രമല്ല, ഭാര്യയെയും വിളിച്ചുണർത്തുകയാണ്. ഇണയെ വിളിച്ചുണർത്തി അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നു. മറിച്ചും പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീയെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? ഖാമത്ത് മിനൽ ലൈലി, രാത്രിയിൽ അവർ എഴുന്നേൽക്കും. ഫസല്ലത്ത്, അവർ നമസ്കരിക്കും. എന്നിട്ട് വഅയ്ഖല സൗജഹ, ആ സ്ത്രീ തന്റെ ഭർത്താവിനെയും വിളിച്ചുണർത്തും നമസ്കരിക്കുന്നതിന് വേണ്ടി. ഫൈൻ അബാ, എങ്ങാനും ആ ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചെഴുന്നേൽപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അള്ളാഹു വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബജീവിതം ഒരു നന്മയിൽ ഐക്യപ്പെടുന്ന, പരസ്പരം നന്മകൾ ചെയ്യുന്ന, നന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കുടുംബജീവിതമാണ്. സൗജത്ത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. സൗജത്ത് എന്ന് അള്ളാഹു വിശുദ്ധ ഭാര്യ എന്ന് അള്ളാഹു ഉപയോഗിക്കും. മറിച്ച് സാഹിബ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാഹിബ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്ന അർത്ഥം. കൂട്ടുകാരി, പരസ്പരം ഇടപഴകുന്നവൾ, കൂട്ടുകൂടുന്നവൾ, സഹവസിക്കുന്നവൾ, നന്മയിൽ സഹവസിക്കുന്നവൾ. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? ഒരു ഭാര്യ പറയുകയാണ്. നമ്മുടെ ഭാര്യമാര് പറയുവോ? എന്റെ ഭർത്താവിന്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? എല്ലാ കാര്യവും അത്ഭുതമാണ്. എങ്കിലും ഞാനൊരു കാര്യം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ചോദിച്ചപ്പോ, എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്, എന്നാൽ പ്രത്യേകിച്ചൊരു അത്ഭുതം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ വന്നു. എല്ലാ ഭാര്യമാർക്കും വീടുണ്ട്. എന്റെ വീട്ടിൽ വന്നു. ഫദഖല മഈ ലിഹാഫി, ഞാൻ പുതപ്പ് മൂടി കിടക്കുകയാണ്. എന്റെ പുതപ്പിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു. എന്റെ പുതപ്പിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ച് ഞാനുമായി കുറച്ചു നേരം കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ, യാ ആയിഷ ദരീനി ഹത്താ അതഅബ്ബദു ലിറബ്ബി, ആയിഷ എന്നെ ഒന്ന് വിട്ടേ, എനിക്ക് സമയമായി, നമസ്കരിക്കാൻ സമയമായി, എന്നെ ഒന്ന് വിട് ആയിഷ, ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കാൻ, അവന് പ്രകീർത്തനങ്ങൾ മുഴക്ക. രാത്രി 2 മണിക്കായിരിക്കും, 3 മണിക്കായിരിക്കും, ഏത് സമയം? രാത്രിയുടെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞപ്പോ എന്ന ഹദീസിലുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ നിന്നും വിട്ടകന്ന് വുളു എടുത്ത് 2 റക്അത്ത് അതല്ലെങ്കിൽ 4 റക്അത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച്, നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് കണ്ണുനീർ തുള്ളികൾ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒഴുകിയത് ഞാൻ കണ്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. രാത്രി സുജൂദിലും കരഞ്ഞു, റുകൂഇലും കരഞ്ഞു.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വരുന്നത് വരെ ഈ ഒരു പ്രവർത്തനം റസൂലുള്ളാഹി തുടർന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു തൗഫീഖാണ്. നന്മയിൽ സമരസപ്പെടുന്ന ഒരു കുടുംബജീവിതം, ഭാര്യയിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് അള്ളാഹുവിന് എത്രത്തോളം പ്രിയമെന്നറിയുമോ? വുദു എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു സാഹചര്യം, ഭാര്യയെയും വിളിച്ചുണർത്തുന്ന ഒരു സാഹചര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വമാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ ഇത്രത്തോളം അങ്ങ് കരയുന്നത്? വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക്, അങ്ങയുടെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ, എന്തിനാ ഇത്രത്തോളം കിടന്ന് കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടയോ ആയിഷ? നിന്നേക്കാൾ എനിക്ക് പ്രിയം എനിക്ക് എന്റെ റബ്ബിനോടാണ്. നീയുമായി എന്നെ ബന്ധപ്പെടുത്തിയത് എന്റെ റബ്ബാണ്. എനിക്ക് ഖദീജയെ തന്നതും ആയിഷയെ തന്നതും എല്ലാം എന്റെ റബ്ബാണ്. ആ റബ്ബിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഭാര്യയെയും അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത് എന്താ? നിങ്ങൾക്ക് അത്ഭുതമുണ്ടായിട്ട്, റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ അത്ഭുതമുണ്ടായിട്ടുള്ള കാര്യം എന്താണെന്നാ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നബി തങ്ങളുടെ നമസ്കാരം, ഒരു ഭർത്താവിന്റെ നന്മയിൽ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാകുക. ഒരു ഭർത്താവ് ഒരാൾക്ക് സദഖ കൊടുക്കുമ്പോ, ഒരു ഭർത്താവ് ഒരാളെ സഹായിക്കുമ്പോ, ഏതെങ്കിലും നിലയിൽ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോ ഭർത്താവിന്റെ നന്മയിൽ ഭാര്യ സന്തോഷിക്കുക. നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഒരുപക്ഷെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 5000 രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴായിരിക്കും. അതല്ലെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, കുറച്ച് സ്വർണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഭാര്യമാർക്ക്. പക്ഷെ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്റെ റസൂലിന്റെ വിഷയത്തിൽ, എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ എന്റെ മനസ്സ് സന്തോഷിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരമായിരുന്നു. അപ്പൊ ഒരു കുടുംബജീവിതം നന്മയിൽ ഐക്യപ്പെടുക, ഭാര്യയും ഭർത്താവും കൂടി റബ്ബിനെ സ്തുതിക്കുക. ഭാര്യയും ഭർത്താവും കൂടി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഭാര്യയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കാനല്ല പറയുന്നത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബിക്കാണ് മുഹാജിർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു മുഹാജിറുകളായിട്ടുള്ള സഹാബാക്കളും മദീനയിലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സഹാബികൾക്കും ഓരോ മദീനക്കാരായിട്ടുള്ള അൻസാരികളെ സഹോദരന്മാരാക്കി നിശ്ചയിച്ചു. മദീനക്കാരായിട്ടുള്ള ഓരോ സഹാബിമാരെയും ഇന്നയാൾക്ക് ഇന്നാള് സഹോദരൻ, ഇന്നയാൾക്ക് ഇന്നാള് സഹോദരൻ, ഒരു ഐക്യമുണ്ടാകുന്നതിന് വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായത് അബൂദർദാ റളിയല്ലാഹു അൻഹു. അബൂദർദാ റളിയല്ലാഹു അൻഹു, ഈ സഹാബികളുടെ പേരൊക്കെ നമ്മൾ പഠിക്കണം. അബൂദർദാ റളിയല്ലാഹു അൻഹു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സൽമാൻ റളിയല്ലാഹു അൻഹു കഴിയുകയാണ്. 2-3 ദിവസം കഴിഞ്ഞു. പക്ഷെ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ മുഖത്തൊരു വല്ലാത്ത വിഷാദം, വല്ലാതെ വിഷമം. എന്താ ഇനിയിപ്പോ ഞാൻ അവിടെ താമസിക്കുന്നതിന്റെ പേരിലാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് സൽമാൻ റളിയല്ലാഹു അൻഹു വിവരം തിരക്കി അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞത്, നിങ്ങളുടെ സഹോദരനില്ലേ അബൂദർദാ, റസൂല് സഹോദരനായിട്ട് പ്രഖ്യാപിച്ച നിങ്ങളുടെ സഹോദരനില്ലേ അബൂദർദാ, അബൂദർദാ പെണ്ണിനെ വേണ്ട, അബൂദർദാ ഇനി പെണ്ണിനെയും വേണ്ട, മക്കളെയും വേണ്ട, ദുനിയാവ് രാത്രി മൊത്തം നമസ്കാരം, രാവിലെ മൊത്തം നോമ്പ്, രാത്രി മുഴുവൻ നമസ്കാരം, പായമെടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പോകും, പള്ളിയിലേക്ക് പോകും, നമസ്കാരത്തോടെ നമസ്കാരം, രാവിലെ മൊത്തം നോമ്പ്. ഇതാണോ വിഷയം? അത് ഞാൻ ശരിയാക്കി തരാം. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർദാ, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യാ അബൂദർദാ, അല്ലയാ അബൂദർദാ, ഇന്ന ലി റബ്ബിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്. നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്. ഇന്ന ലി നഫ്സിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ശരീരത്തോടും ചില ബാധ്യതകളുണ്ട്. ഇന്ന ലി അഹ്ലിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ കുടുംബത്തോടും ചില ബാധ്യതകളുണ്ട്. കേട്ടോ, ആത്മീയ വടം കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന ഒരു സ്വഭാവമല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെത്. ഭാര്യയും വേണ്ട, കുഞ്ഞും വേണ്ട, ഭർത്താവും വേണ്ട, നിസ്കാരത്തോടെ നമസ്കാരം, അങ്ങനെയല്ല. ഒരുപക്ഷെ സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും അധ്വാനിച്ചു കൊടുക്കുന്ന വിഷയത്തിലാണ് വിശുദ്ധ ഇസ്ലാം. ആത്മീയ വടം കൊണ്ടിങ്ങനെ വരിഞ്ഞു മുറക്കുകയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം, അതല്ലെങ്കിൽ രാത്രിയുടെ നല്ലൊരു സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പിരിഞ്ഞു മാറിയത്.
ഏതായിരുന്നാലും ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, എല്ലാവരുടെയും അവകാശത്തെ നീ കൊടുക്കുക എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അള്ളാഹിനുള്ളത് അള്ളാഹിന് കൊടുക്കണം, ഭാര്യയ്ക്കുള്ളത് ഭാര്യയ്ക്ക് കൊടുക്കണം. നിന്റെ നഫ്സിനുള്ളത് ഉറങ്ങുന്ന സമയത്ത് മര്യാദയ്ക്ക് ഉറങ്ങണം, നിസ്കരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രത്തോളം തീവ്രമായ നിലപാട് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. ഒരു ഡീപ്പായിട്ടുള്ള കാര്യമായിട്ടുള്ള ഉറക്കം ഒരു മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. 8 മണിക്കൂർ ഉറങ്ങണമെന്ന്, ആ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട തഹജ്ജുദിന്റെ നമസ്കാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് നമസ്കരിക്കാൻ പറ്റിയില്ല, നോമ്പൊന്നും പിടിക്കാൻ പറ്റില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു തടഞ്ഞു. വർഷങ്ങളായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടുവരുന്ന നോമ്പാണ്, വർഷങ്ങളായിട്ട് ഞാൻ നമസ്കരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇന്നലെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, സൽമാൻ എന്നെ തടഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വദഖ സൽമാൻ, സൽമാൻ പറഞ്ഞത് സത്യമാണ് അബൂദർദായെ, സൽമാൻ പറഞ്ഞത് സത്യമാണ്. നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്, നിനക്ക് നിന്റെ ഭാര്യയോടും ചില ബാധ്യതകളുണ്ട്. ഭാര്യമാർക്കുള്ള ബാധ്യതകൾ നിറവേറ്റാതെ നീ ശരിയായ ഭർത്താവാകുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാരാ? ഈ ഇരിക്കുന്നവരിൽ ഒരു 10,000 പേര് അണിനിരക്കുന്ന ഒരു സദസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാരാ, ഉത്കൃഷ്ടനാരാ? അയൽവാസി സപ്പോർട്ട് ചെയ്യുന്ന ആളോ, അതല്ലെങ്കിൽ 10 പേര് പറയുന്നു ഇദ്ദേഹം വലിയ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, ഇദ്ദേഹം വലിയ ഉത്കൃഷ്ടനാണ്? അങ്ങനെയുള്ള ആളൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളിൽ ആരുടെ ഭാര്യമാരാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നത്, നിങ്ങൾ നല്ലവരാണ്. നിങ്ങളുടെ ഭാര്യയുടെ നാവിൽ നിന്ന് നിങ്ങൾ നല്ലവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ കെട്ടവനാണെന്ന് റസൂൽ പറഞ്ഞില്ല. എങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഇങ്ങനെ ഇറങ്ങി സമൂഹത്തിലിറങ്ങി വലിയ പ്രസംഗത്തോടെ പ്രസംഗം, ചാരിറ്റി പ്രവർത്തനം, അത് ഇത്, ഇതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ കൊണ്ട് സന്തോഷമടയണം, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ വിഷയത്തിൽ തൃപ്തിയാകണം. എന്റെ ആയിഷയ്ക്കും എന്റെ ഖദീജയ്ക്കും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവൻ ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യമാരുടെ നാവിൽ നിന്ന് നമ്മൾ നല്ലതാണെന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ് നമ്മൾ നല്ലതാണ്, അല്ല എങ്കിൽ നമ്മുടെ ജീവിതവും പ്രവർത്തനവും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന റസൂലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം, കുടുംബ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിലാകണം. സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാകണം. വീട്ടിലേക്ക് പാവപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു അനാഥ ബാലൻ വഴിയരികിൽ നിൽക്കുകയാ. വാപ്പയില്ല, ഉമ്മയില്ല, അനാഥ യതീമായിട്ടുള്ള ബാലനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിലെ കുടുംബക്കാരെ ഏൽപ്പിക്കുകയാ. ഹസനും ഹുസൈനും ധരിക്കുന്ന വസ്ത്രം ഇട്ടുകൊടുക്കുക. ആരാ ഹസൻ ഹുസൈൻ? പേരമക്കളാ. ഹസനും ഹുസൈനും ധരിക്കുന്ന വസ്ത്രം ഇട്ടുകൊടുക്കുക, ആ കുട്ടിയെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞ് യതീമീങ്ങളെ ചേർത്ത് നിർത്തിയ, അതിനുവേണ്ടി കുടുംബത്തെ പ്രേരിപ്പിക്കുന്ന, തന്റെ എല്ലാ നന്മകളിലും കുടുംബത്തെ കൂടി അതിൽ പങ്കാക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഞാനൊരു സദഖ കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് സന്തോഷമാകണം. ഞാൻ ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ, ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് സന്തോഷമാകണം. എല്ലാ നന്മയിലും ഐക്യപ്പെടുന്ന ഒരു കുടുംബജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 2 സംഭവങ്ങൾ. ഭാര്യയും ഭർത്താവും കൂടി, ഇന്ന് മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്, 1-ാം തീയതി, മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ മസ്ജിദിന് വേണ്ടിയുള്ള പിരിവ്. എല്ലാ സഹോദരങ്ങളും കാര്യമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് തന്നെ പങ്കുകൊള്ളിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയും ഭർത്താവും പരസ്പരം ഐക്യപ്പെട്ടതിന്റെ പേരിൽ ഉണ്ടായ ഒരു വലിയ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ ഭാര്യയാണ് ഹാജർ. ഹാജറിന്റെ മകൻ, ഇവർ രണ്ടുപേരുടെ മകനാണ് ഇസ്മായിൽ. ഈ സംഭവം നമുക്കറിയാം, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേൾക്കാറുള്ള സംഭവമാണ്. ഇബ്രാഹിം നബിക്ക് മറ്റൊരു ഭാര്യയുണ്ട്, സാറ. ഇബ്രാഹിം നബിയുടെ മറ്റൊരു ഭാര്യയുടെ പേരാണ് സാറ. സൂറത്തുൽ ഹൂദിലെ ആയത്താണിത്. സൂറത്തുൽ ഹൂദിലെ ബഹുമാനപ്പെട്ട സാറ ബീവിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വർഷങ്ങളായി മക്കളില്ല. ഇബ്രാഹിം നബിക്ക് 100 വയസ്സ്, സാറ ബീവിക്ക് 90 വയസ്സ്, മക്കളില്ല.
വിശുദ്ധ ഖുർആൻ പറയുകയാ വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ. രണ്ട് മലക്കുകൾ, ഒന്നുകിൽ മനുഷ്യരൂപത്തിലായിരിക്കാം, രണ്ട് മലക്കുകൾ ഇബ്രാഹീമിന്റെയും സാറയുടെയും വീട്ടിലേക്ക് വന്നു. കാര്യമായ ദുആയാണ്. മക്കളില്ലാത്തതിന്റെ പേരിൽ രാത്രി എഴുന്നേൽക്കണം. നമ്മളിൽ എത്രയോ ആളുകൾക്ക് മക്കളെ അള്ളാഹു സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. രാത്രി എഴുന്നേൽക്കണം. എഴുന്നേറ്റ് നിന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നമസ്കരിക്കണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സന്താനത്തെ നൽകിയാൽ ഭർത്താവ് ദുആ ചെയ്യണം, ഭാര്യ ആമീൻ പിടിക്കണം. പരസ്പരം നന്മയിൽ സഹകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സംഭവമായി ഇതിൽ പറയുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നന്മയിൽ നമ്മൾ ഒരുമിക്കുകയാണെങ്കിൽ അള്ളാഹു സഹായിക്കും, യാതൊരു സംശയവുമില്ല. രണ്ട് മലക്കുകൾ വന്നു, ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി തിരിച്ച് സലാം അടക്കി. ഖാല സലാമു ഫമാ ലബിസ ജാഅ ബിഇജ്ലിൻ ഹനീദ്. ഇബ്രാഹിം നബി തിരിച്ച് സലാം പറഞ്ഞു. അവരെ അതിഥി സൽക്കാരം, ആ വന്ന അതിഥികളെ ഇബ്രാഹിം നബിയും ഭാര്യയും കൂടി സൽക്കരിക്കുകയാണ്. കൊണ്ടുവച്ചത് എന്തെന്നറിയാമോ? നല്ല മട്ടൻ ഹനീദ്, വിശുദ്ധ ഖുർആൻ. ഫമാ ലബിസ ജാഅ ബിഇജ്ലിൻ ഹനീദ്. നല്ല വേവിച്ച ഒരു മട്ടൻ, അതല്ലെങ്കിൽ കാളക്കുട്ടിയെ അവരുടെ മുന്നിലേക്ക് ഭക്ഷ്യവിഭവമായി കൊണ്ടെത്തിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അതിഥിയെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഭാര്യയും ഭർത്താവും കൂടി സമരസപ്പെടുക. ഒരു യതീമിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഭാര്യ ചോറ് കൊടുക്കണം, നല്ലൊരു വസ്ത്രം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ എല്ലാ നന്മയിലും ഭാര്യയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുക, പിന്തുണയുണ്ടാകുക. കാര്യമായി ദുആ ചെയ്യുക. രണ്ടുപേരുടെയും ദുആ അല്ലാഹു കാര്യമായി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും സാറാ ബീവിയും കൂടി ആ വന്ന മലക്കുകൾക്ക് ഭക്ഷണം കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രദ്ധിക്കുന്നു. പക്ഷെ ഈ ഭക്ഷണം ഇവർ രണ്ടുപേരും കഴിക്കുന്നില്ല. വന്ന അതിഥികൾ മലക്കുകൾ فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة. സൂറത്ത് ഹൂദിലെ ആയത്തുകളാണ്. രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നില്ല. എന്തൊരു പന്തികൾ അനുഭവപ്പെട്ട ഒരു ഭയമുണ്ടായി ഇബ്രാഹിം നബിക്ക്. 100 വയസ്സുള്ള ഒരു ഭയം. മുഫസ്സിറുകൾ പറയുന്നതാണ്. ഒരു ഭയമുണ്ട്, എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഉടനെ മലക്കുകൾ പറയുകയാണ്, ഖാലൂ ലാ തഖഫ്. ഇബ്രാഹിമെ ഭയക്കേണ്ടതില്ല, ഇബ്രാഹിമെ ഭയക്കേണ്ടതില്ല. ഞങ്ങൾ ഈ യാത്ര ചെയ്ത് ഒരു യാത്രയുടെ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ട് വഴി മധ്യേ ഞങ്ങൾ ഈ വീട്ടിൽ പ്രവേശിച്ചതാണ്. ഞങ്ങൾ പോകുന്ന എന്തിനാണെന്നറിയാമോ? അതാ കേട്ടോ. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബിന്റെ തീരുമാനവുമായിട്ട് ഞങ്ങൾ പോകുകയാണ്. ആ പോകുന്ന വഴിമധ്യേ ഞങ്ങൾ ഇവിടെ പ്രവേശിച്ചതാണ്. ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി, ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി സ്ത്രീകളെ മാറ്റിയിട്ട് പുരുഷന്മാരെ തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ലൂത്ത് നബിയുടെ സമുദായം ഒരുപാട് വാണിഞ്ഞു കൊടുത്തു. പക്ഷെ അവർ കേട്ടില്ല, അനുസരിച്ചില്ല. അള്ളാഹു ശിക്ഷിച്ചു. ആ ശിക്ഷിക്കാൻ വേണ്ടി രണ്ട് മലക്കുകൾ പുറപ്പെടുകയാണ്, യാത്രയിലാണ്. ആ യാത്രയുടെ വഴിമധ്യേ ബിൽ ബുശ്റ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഈ വീട്ടിൽ പ്രവേശിച്ചു. ഞങ്ങൾ കഴിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് പോണം. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف. ഇബ്രാഹിമെ ഭയക്കേണ്ടതില്ല, ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. ഒരുപാട് പിന്തിരിപ്പിക്കാൻ ഇബ്രാഹിം നബി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. റബ്ബിന്റെ തീരുമാനമാണ്. തൊട്ടടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ 90 വയസ്സുള്ള സാറാ ബീവി ചിരിച്ചുകൊണ്ട് നിൽക്കുക, മക്കളില്ല. കാര്യമായ ദുആയില രണ്ടുപേരും. وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. 90 വയസ്സുള്ള സാറാ ബീവിയും 100 വയസ്സുള്ള ഇബ്രാഹിമും കാര്യമായ ദുആയിലാണ്. ഭാര്യയും ഭർത്താവും നന്മയിൽ സമരസപ്പെടുന്ന ഒരു ചിത്രമാണ്. 100 വയസ്സുള്ളപ്പോ 90 വയസ്സുള്ളപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മകനായിട്ട് കൊടുത്തു. മാത്രമല്ല ഇസ്ഹാഖിന് യാക്കൂബ് എന്നൊരു മകനെ കൂടി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര പ്രതിസന്ധി ഘട്ടമുണ്ടായിരുന്നാലും ശരി, ഭാര്യയും ഭർത്താവും എഴുന്നേൽക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക. ഒരുമിച്ച് കടങ്ങളുണ്ട്, മക്കൾ നന്നാകണം. മകന്റെ എന്തെങ്കിലും ദുഷിച്ച സ്വഭാവം അറിഞ്ഞോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അറിഞ്ഞോ, അവന്റെ പഠനം ശരിയാവുന്നില്ല, മൊത്തം വീടില്ല, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. രണ്ടുപേരും എഴുന്നേൽക്കണം. അങ്ങോട്ട് എഴുന്നേറ്റ് വുളൂ ചെയ്ത് കാര്യമായിട്ട് നമസ്കരിച്ച് റബ്ബിനോട് ചോദിക്കണം. 2 പേരും കരയണം. നന്മയിൽ ഐക്യപ്പെടുന്ന ഒരു കുടുംബ ജീവിതം ഉണ്ടായിരിക്കണം. എത്ര വയസ്സുണ്ട്? 100 വയസ്സിൽ അള്ളാഹു മക്കളെ കൊടുത്തു.
ഇസ്ഹാഖിനെ മാത്രമല്ല യാക്കൂബിനെ കൂടി ഞാൻ തന്നിരിക്കുന്നു ഇബ്രാഹിമേ. ഇത് കേട്ടപ്പോ സാറാ ബീവി പറഞ്ഞു, എന്താ ഈ പറയുന്നത്? കാലത്ത് യാ വൈലത ആലിദു വഅനാ ജൂസുൻ വഹാദാ ബഅലി ശൈഖാ. ഞാൻ പടുവൃദ്ധയാണ്, ഞാൻ കിഴവിയാണ്. എന്റെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കേ, പടുവൃദ്ധനാണ്. ഞാൻ പ്രസവിക്കുകയോ? അത്യത്ഭുതം, ഞാൻ എങ്ങനെ പ്രസവിക്കാനാണ്? ഉടനെയാവുന്ന മലക്കുകൾ പറയുന്നു, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അത്ഭുതപ്പെടുകയാണോ നിങ്ങൾ? എന്തിനാ അത്ഭുതപ്പെടുന്നത്? പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കാൻ പോകുന്ന വഴിമധ്യേ ഞങ്ങൾ പ്രവേശിച്ചതാണ്. നിങ്ങൾക്ക് ഇസ്ഹാഖിനെ കിട്ടും, സംശയമില്ല. ഇബ്രാഹിമെ, ബഹുമാനപ്പെട്ട യാക്കൂബിനെയും കിട്ടും, സംശയമില്ല. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മരിച്ചാലും അതിനെ അള്ളാഹു ഏറ്റെടുപ്പിക്കാൻ ആളെ കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ മക്കൾ അതിനെ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെയും സാറാ ബീവിയുടെയും നന്മയായ പ്രവർത്തനം, മക്കളില്ലാത്ത വിഷമം അള്ളാഹു സ്വീകരിച്ചു. ഇബ്രാഹിം മരിച്ചാലും ഇസ്ഹാഖ് അതിനെ ഏറ്റെടുക്കുന്ന ഒരു പര്യാപ്തമായിട്ടുള്ള നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ മക്കളെ ഏറ്റെടുക്കും, അതല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെ ഏറ്റെടുക്കും. ഇഖ്ലാസോടുകൂടി നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ, ഞാൻ പറയാറില്ല, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സാരമായ ഒരു കല്ലെടുത്തെറിഞ്ഞതാ. ഖുർആനോദലാണോ ഇത്? ദിക്ർ ചെല്ലലാണോ? ഒന്നുമല്ല. നിസ്സാരമായ ഒരു കല്ലെടുത്തെറിഞ്ഞതിന്റെ പേരിൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു മുഴുവൻ വിശ്വാസികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട സാറാ ബീവി ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ഓടിയതിന്റെ പേരിൽ, ഓട്ട മത്സരം നമ്മൾ കളിക്കാറുണ്ട്, ആ ഓട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരുന്ന എല്ലാ വിശ്വാസികളും ഓടട്ടെ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളും എറിയട്ടെ. അപ്പൊ നിസാരമായ ഒരു ഏറും ഓട്ടവും ഒക്കെ ഹജ്ജിൽ അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഖ്ലാസോടുകൂടി നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ നമ്മുടെ മക്കൾ അതിനെ ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അള്ളാഹു അതിനെ ഏറ്റെടുക്കാനുള്ള ആളുകളെ കൊണ്ടുവരും. അപ്പൊ ഭാര്യയും ഭർത്താവ്, ഇവിടെ ഇബ്രാഹിം നബിയും സാറാ ബീവിയും പരസ്പരം നന്മയിൽ ഐക്യപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികൂലമായ സാഹചര്യത്തിന്റെ കെട്ടുകൾ അടിച്ചു കൊടുത്തു. 90ാമത്തെ വയസ്സിലും അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതിഥികളെ സൽക്കരിച്ചു. വന്ന അതിഥികൾക്ക് കൊടുത്തത് എന്താ? നല്ല ചുട്ട കാളയുടെ ഇറച്ചിയാണ് കൊടുത്തത്. അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഇബ്രാഹിം നബിയുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സാറാ ബീവിയും ചേർന്ന് നിന്നു, അവരെ സന്തോഷിപ്പിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒരു കുടുംബ ജീവിതം എന്നുള്ളത് നന്മയിൽ ഐക്യപ്പെടുന്ന ഒരു ഭർത്താവിന്റെ നന്മ ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭാര്യയുടെ നന്മ ഭർത്താവിനെയും സന്തോഷിപ്പിക്കണം. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ. നമ്മൾ പള്ളിയിൽ പോകും, നമ്മുടെ ഭാര്യ കിടന്നുറങ്ങും, ഒരു സുബഹി ഖളാക്കും, എല്ലാ സ്ഥലത്തും നടക്കാറുള്ളതാ. അപ്പൊ നമ്മൾ അവരെ കൂടി വിളിച്ചുകൊണ്ടെടുത്ത് തഹജ്ജുദിനെ വിളിച്ചുകൊണ്ട് അവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യട്ടെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മക്കളും ഭാര്യയും ഒക്കെ ഒത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മുടെ തലമുറകളോളം നന്മയുണ്ടാവുന്ന പ്രകാശം പരത്തുന്നതിന്റെ കാരണമാണ്. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, തഅലീമ് വായിക്കുക, നമ്മളൊക്കെ നിയ്യത്ത് ചെയ്യണം. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും വീട്ടിലുള്ള എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒരു ദിവസം ഒരു ഹദീസെങ്കിലും വായിക്കണം. ഒരു ദിവസം വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോടെ അതിന്റെ പരിഭാഷ പഠിക്കണം. മക്കളും അത് പഠിക്കട്ടെ. പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചകങ്ങളിൽ കൂടി പരക്കുന്നത് കാണാമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരണം, അവർക്ക് ഭക്ഷണം കഴിപ്പിക്കണം, വീട്ടിൽ ബറക്കത്ത്, മക്കൾക്ക് ഐശ്വര്യം, എല്ലാ രീതിയിലും കുടുംബ ജീവിതം എന്ന് പറയുന്നത് നന്മയിൽ ഐക്യപ്പെടുന്ന രീതിയിലായിരിക്കണം. ഇനി മറിച്ചാണെങ്കിൽ ഒരു സംഭവം കൂടി പറയാം. മറിച്ചാണെങ്കിൽ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 104ാമത്തെ സൂറത്താണ്, 111ാമത്തെ സൂറത്താണ് സൂറത്തുൽ മസ്ദ്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ് അബൂ ലഹബ്. അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, ദുനിയാവിനെ നശിപ്പിച്ചു, ആഖിറത്തിൽ നശിപ്പിച്ചു. അബൂലഹബിനെ മാത്രമല്ല, അബൂലഹബിന്റെ ഭാര്യയാകുന്ന ഉമ്മു ജമീലിനെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. തിന്മയിൽ സമരസപ്പെട്ടതിന്റെ പേരിൽ, നന്മയിൽ ഒരുമിക്കാതെ തിന്മയിൽ ഐക്യപ്പെട്ടതിന്റെ പേരിൽ അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോട്ടെ, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോട്ടെ. അബൂലഹബിന് ഒരു ഭാര്യയുണ്ട്, വിറക് ചുമട്ടുകാരിയാണ്. വിറക് ചുമട്ടുകാരിയായിട്ടുള്ള അബൂലഹബിന്റെ ഭാര്യയും നാളെ നരകത്തിൽ എരിയുന്ന തീയിൽ കത്തി അമരും എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിന്റെ പേരിലാണ്? നന്മയിൽ സമരസപ്പെടാത്തതിന്റെ പേരിൽ, നന്മയിൽ ഐക്യപ്പെടാത്തതിന്റെ പേരിൽ. എന്താ അവർ ചെയ്ത പ്രവർത്തനം എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചു, അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചു, അപഹസിച്ചു. പിതൃവ്യനായിട്ടുള്ള അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും 2 പേരും തമ്മിൽ തിന്മയിൽ സമരസപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ നമുക്ക് സാധിക്കണം, നമുക്കൊരു സമാധാനം. അള്ളാഹു പറയുന്നു, തസ്കുനു ഇലൈഹ,
നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. നിങ്ങളുടെ കുടുംബജീവിതം തകർന്ന എല്ലാം പോയി, പിന്നെ ഒരു സ്ഥലത്തും നന്നാവൂല. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡിപ്രഷനും വിഷമവും ഒക്കെ ആയിരിക്കും. അപ്പൊ നന്മ ചെയ്യുന്ന ഒരു കുടുംബജീവിതം, സമാധാനമുണ്ടാകുന്ന, സുക്കൂൻ എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന അർത്ഥം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ചലനം നിർത്തുക, ഇതാണ് സുക്കൂൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം. സമാധാനമുണ്ടാകുക. വീടിന്റെ വിശുദ്ധ ഖുർആനിലെ സുക്കൂൻ കണ്ടാൽ നമ്മൾ നിർത്തും. ഒരു ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോൾ സമാധാനം ഉണ്ടാകണം. ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം വരുമ്പോൾ ഭാര്യയുടെ അടുത്ത് സമാധാനം ഉണ്ടാകണം. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, കാരുണ്യവും സ്നേഹവും കൊണ്ട് അല്ലാഹു ആ കുടുംബ ജീവിതത്തിൽ നിറയ്ക്കും എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ തീവ്രമായ സ്നേഹത്തിനാണ് മവദ്ദത്ത്. ഒരു കല്യാണം കഴിഞ്ഞ് 5-6 മാസം 2 വർഷം തീവ്രമായ സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് ആ സ്നേഹത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ് കാരുണ്യം എന്നുള്ളത്. ഭർത്താവ് നോക്കുമ്പോ ഭാര്യ അടുക്കള ജോലി ചെയ്യുന്നു, ഭർത്താവിനും മക്കൾക്കും വേണ്ടി കാര്യമായി കഷ്ടപ്പെടുന്നു, പാചകം ചെയ്യുന്നു, തുണി കഴുകി കൊടുക്കുന്നു, വീട് നന്നാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാരുണ്യം ഉണ്ടാകുകയാണ്. ഭാര്യയ്ക്ക് തിരിച്ചും ഒരു കാരുണ്യം. ഭർത്താവ് രാവിലെ ഇറങ്ങിപ്പോകുന്നു, കഷ്ടപ്പെടുന്നു, കച്ചവടം ചെയ്യുന്നു. അപ്പൊ കുറയുന്ന സ്നേഹത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു സാധനമാണ് കാരുണ്യം. നമ്മൾ നേരായ രീതിയിൽ കുടുംബജീവിതം നയിച്ചില്ല എങ്കിൽ അള്ളാഹു കാത്തുരക്ഷി, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലഗ് അള്ളാഹു അങ്ങ് ഊരിക്കളയും. പിന്നെ മൊത്തം പ്രശ്നമായിരിക്കും. കുടുംബജീവിതങ്ങളെല്ലാം തകരാറിലായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നന്മയിൽ ഐക്യപ്പെടുന്ന ഒരു കുടുംബജീവിതം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദുആ വസിയത്തുകളുള്ളത്. ഒരു സഹോദരിയുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് ആഫിയത്തുള്ള പ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാലിഹായ സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ പ്രശ്നങ്ങളെ തൊട്ട് വിഷമസ്ഥിതികളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ദുആ വസിയത്തുള്ളത്, മണക്കാണ്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ചില ബുദ്ധിമുട്ടുകളായിട്ട് കഴിയുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചു. 5 വയസ്സായി, ഇതുവരെ സംസാരിച്ചിട്ടോ നടന്നിട്ടോ ഒന്നുമില്ല. പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫാ കൊടുക്കുമാറാകട്ടെ. അവന്റെ പ്രത്യേക കഴിവുകൊണ്ട്, അപാരമായ ശക്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് ആഫിയത്തുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് മുഴുവൻ വിഷമസ്ഥിതികളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സാഹ സാഹിബിന്റെ ചെറുമകൻ ഈ അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ്, കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, അപകടത്തിൽപ്പെട്ട് കാര്യമായ പരിക്കുകൾ സംഭവിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലായ, താമായ, മുസ്തമിറായ, കാമിലായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മകന്റെ ഉമ്മ മരണപ്പെട്ടതാണ്. ആ സഹോദരിക്കും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ശിഫായ് കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കലണ്ടർ സാഹിബ് എന്നറിയപ്പെടുന്ന സെയ്ദ് മുഹമ്മദ് സാഹിബ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സജീവ പ്രവർത്തകനായിരുന്നു, എല്ലാവർക്കും വലിയ തൽപരരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്തിൽ കഴിയുവാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് സാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ഇഷ്ടപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാ വിശപ്പിന്റെ കാഠിന്യത. കടലിലേക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുക, കുപ്പിയിലെ ധാന്യങ്ങളും ഭക്ഷ്യവിഭവങ്ങളും നിറച്ചുകൊണ്ട് കുപ്പിയിൽ എറിഞ്ഞു കൊടുക്കുകയും, വളരെ അത്യത്ഭുതകരമായിട്ടുള്ള കാര്യം, കടല് കടന്ന് ആ ഭക്ഷണം ഫലസ്തീനിൽ എത്തുകയാണ്. നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ നടക്കാനുള്ളതാണ്. അവർക്കെല്ലാം വണ്ണമായ പ്രതിഫലം ആഖിറത്തിൽ അല്ലാഹു കൊടുക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ കാര്യമായിട്ട് ദുആ ചെയ്യണം. എല്ലാ ജുമുഅയ്ക്ക് നമ്മൾ ഖുത്ബയിൽ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങാറുള്ളത്. എങ്കിലും തഹജ്ജുദിന്റെ സമയത്ത്, മറ്റ് നമസ്കാരങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനെയും റഫയെയും ഗസയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രശ്നങ്ങളെ തൊട്ട്, അക്രമകാരികളുടെ അക്രമത്തെ തൊട്ടെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.